ഗൾഫ് മേഖലയെ യുദ്ധഭീതിയിലാഴ്ത്തി ഇറാന് നേരെയുള്ള അമേരിക്കൻ വ്യോമാക്രമണം 9ാം ദിവസവും ശക്തമായി തുടരുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണശേഷി തകർക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഘട്ട ആക്രമണം ആരംഭിച്ചതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. യുദ്ധം ആരംഭിച്ച് മാസങ്ങൾ പിന്നിടുമ്പോൾ മേഖലയിലെ സൈനിക സാമ്പത്തിക പ്രതിസന്ധി അതീവ ഗുരുതരമായി തുടരുകയാണ്. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നൽകുന്നത്. ജോർഡനിലെ അഖബ വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരുന്ന യുഎസിന്റെ C-17 ട്രാൻസ്പോർട്ട് വിമാനങ്ങൾക്കും P-8 നിരീക്ഷണ വിമാനങ്ങൾക്കും നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചു. ആക്രമണത്തിൽ നിരവധി വിമാനങ്ങൾക്ക് കനത്ത നാശനഷ്ടം സംഭവിച്ചതായി ഇറാൻ ഔദ്യോഗിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. കൂടാതെ അൽ അസ്രഖ് വ്യോമതാവളത്തിൽ US സൈനികർ ഉപയോഗിച്ചിരുന്ന 20 താവളങ്ങൾ പൂർണ്ണമായും തകർത്തതായും IRGC അവകാശപ്പെട്ടു. പടിഞ്ഞാറൻ ഇറാന്റെ കെർമൻഷാ പ്രവിശ്യയിലെ ഇസ്ലാമാബാദ് കർബിന് മുകളിൽ വെച്ച് അമേരിക്കയുടെ അത്യാധുനിക MQ-9 ഡ്രോൺ ഇറാൻ വ്യോമ പ്രതിരോധ സേന വെടിവെച്ചിട്ടു. ഇറാന്റെ സംയോജിത വ്യോമ പ്രതിരോധ ശൃംഖലയുമായി ബന്ധിപ്പിച്ച IRGC എയ്റോസ്പേസ് ഫോഴ്സിന്റെ അത്യാധുനിക പ്രതിരോധ സംവിധാനമാണ് ഡ്രോൺ തകർത്തതെന്ന് മെഹർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച 2 എണ്ണക്കപ്പലുകൾ സ്ഫോടനത്തിൽ തകർന്നതായി ഇറാൻ അറിയിച്ചു. മേഖലയിൽ US സൈനിക നടപടികൾ തുടരുന്നിടത്തോളം കാലം ഈ സമുദ്രപാതയിലൂടെ ഒരു തുള്ളി എണ്ണയോ വാതകമോ രാസവളമോ കൊണ്ടുപോകുന്നത് സുരക്ഷിതമായിരിക്കില്ലെന്ന് തസ്നീം വാർത്താ ഏജൻസി വഴി ഇറാൻ മുന്നറിയിപ്പ് നൽകി. വടക്കൻ ഇറാഖിൽ തകർന്നു വീഴ്ത്തിയ ഇറാനിയൻ ഡ്രോണിലെ പൊട്ടിത്തെറിക്കാത്ത സ്ഫോടക വസ്തുക്കൾ നിയന്ത്രിതമായ സ്ഫോടനം നടത്തുന്നതിനിടെ ഒരു US സൈനികൻ കൊല്ലപ്പെട്ടു. ജൂലൈ 18-നാണ് സംഭവം നടന്നതെന്ന് സെൻകോം സ്ഥിരീകരിച്ചു. അപകടത്തിൽ മറ്റൊരു US സൈനികനെ നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാന് നേരെ യുദ്ധം പ്രഖ്യാപിച്ചതിനു ശേഷം കൊല്ലപ്പെടുന്ന 17ാമത്തെ US സൈനികനാണ് ഇദ്ദേഹം. തെക്ക് പടിഞ്ഞാറൻ ഇറാനിലെ ഹുർമൂജ് നഗരത്തിൽ US വ്യോമാക്രമണം നടന്നതായി പ്രാദേശിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്തു. നഗരത്തിലെ ഒരു പ്രത്യേക പ്രദേശം ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കൻ ആക്രമണം. ബോംബാക്രമണത്തെ തുടർന്ന് നഗരത്തിന്റെ വലിയൊരു ഭാഗത്തും സമീപ പ്രദേശങ്ങളിലും വൈദ്യുതി ബന്ധം പൂർണ്ണമായി തകരാറിലായി. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നാവികസേനയുമായി ബന്ധപ്പെട്ട പ്രധാന സൈനിക താവളങ്ങൾ ഈ മേഖലയിലാണ് ഉള്ളത്. മേഖലയിലെ ഇറാന്റെ നാവിക മിസൈൽ ശേഷി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് US ഈ പ്രദേശങ്ങളെ ലക്ഷ്യമിടുന്നത്. മുൻപും നിരവധി തവണ ഈ മേഖലയിൽ അമേരിക്കൻ വ്യോമാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമല്ലാത്ത പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച 4 കപ്പലുകൾ അപകടത്തിൽപ്പെട്ടതായി ഇറാൻ നാവികസേന അറിയിച്ചു. നാവിഗേഷൻ സംവിധാനങ്ങൾ ഓഫാക്കി സഞ്ചരിച്ച 2 കപ്പലുകൾ അപകടത്തിൽപ്പെടുകയും മറ്റു 2 കപ്പലുകൾ യാത്ര അവസാനിപ്പിക്കുകയും ചെയ്തു. കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കാണെന്നും അനുമതിയില്ലാതെ എണ്ണയോ വാതകമോ കടത്തിവിടില്ലെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഫെബ്രുവരി 28-ന് മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വസതിക്ക് നേരെ നടന്ന ബോംബാക്രമണം സുരക്ഷാ വീഴ്ചയാണെന്നും അത് ഇപ്പോഴും തുടരുന്നുണ്ടെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു. ശത്രുക്കൾക്ക് ഇറാന്റെ രഹസ്യ വിവരങ്ങൾ ലഭിക്കാൻ ഇത് കാരണമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്ക വലിയ സാത്താൻ എന്നാണ് ഇറാന്റെ ഇപ്പോഴത്തെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി വിശേഷിപ്പിച്ചത്. പശ്ചിമേഷ്യയിൽ ആധിപത്യം സ്ഥാപിക്കാമെന്നത് അമേരിക്കയുടെ വ്യാമോഹം മാത്രമാണെന്നും അദ്ദേഹം ഇറാഖ് ജനതയ്ക്കുള്ള സന്ദേശത്തിൽ വ്യക്തമാക്കി. പരമോന്നത നേതാവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് ശത്രുക്കൾക്കെതിരായ പോരാട്ടത്തിൽ അനിവാര്യമാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഖർ കാലിബാഫ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.